ഡൽഹിയിലെ സർക്കാർ സ്കൂളുകളിൽ RSSനെ കുറിച്ച് പഠിപ്പിക്കാൻ തീരുമാനം. രാഷ്ട്രനീതി കരിക്കുലത്തിലാണ് RSSനെ ഉൾപ്പെടുത്തുന്നത്. കുട്ടികളിൽ സാമൂഹിക ബോധം വളർത്തുന്നതിന്റെ കൂടി ഭാഗമായാണ് നീക്കം. RSS രാജ്യത്തിന് നൽകിയ സംഭാവനകൾ പഠിപ്പിക്കുമെന്ന് മന്ത്രി ആശിഷ് സൂദ് അറിയിച്ചു. എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ പറയൂ. 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളിൽ പൗരബോധം, ധാർമ്മിക ഭരണം, ദേശീയത എന്ന് വളർത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. RSSന്റെ ഉത്ഭവം, ചരിത്രം, തത്വചിന്ത, അതേപോലെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിന് നൽകിയ സംഭാവന എന്നിവയായിരിക്കും ഈ പാഠഭാഗമാകുക. RSSന്റെ ആശയങ്ങൾ, അതേപോലെ തന്നെ രക്തദാന പ്രവർത്തനങ്ങൾ, ഭക്ഷ്യവിതരണം, കേദാർനാഥ്, ബീഹാർ അടക്കമുള്ള വെള്ളപ്പൊക്കം പോലുള്ള ദുരന്ത മേഖലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ, അതേപോലെ തന്നെ കൊറോണ മഹാമാരി സമയത്തുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പങ്കാളിത്തമൊക്കെ തന്നെ ഈ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്നുള്ളതാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മഹാന്മാരെ കുറിച്ചുമുള്ള ഭാഗം ഇതിലുണ്ടാകും. ഒപ്പം തന്നെ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖ നേതാക്കളുടെ സംഭാവനകളെ കുറിച്ചും ഈ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തും. ഇതിനായി SCERT അധ്യാപക മാനുവൽ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. നമോ വിദ്യ ഉത്സവ് എന്ന പേരിൽ അവതരിപ്പിച്ച 3 പുതിയ പാഠ്യപദ്ധതികളുടെ ഭാഗമായി ഇതുമായി ബന്ധപ്പെട്ട് ഭാരത് മണ്ഡപത്തിൽ മുഖ്യമന്ത്രി രേഖാ ഗുപ്ത രാഷ്ട്രനീതി പരിപാടിയുടെ ഉദ്ഘാടന വേളയിൽ ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. RSSന്റെ 100ാം വാർഷികം, ജന്മശതാബ്ദി വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് ഡൽഹി സർക്കാർ ഈ 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയ സ്വയംസേവ സംഘത്തെ കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുവാൻ വേണ്ടി പാഠ്യപദ്ധതിയിൽ RSSനെ കുറിച്ച് ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.